വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചെയിൻഡ് ലവ് എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മണിക്കൂറുകളോളം ദുയെ കാത്തിരുന്ന് മടുത്ത ശേഷം തിരികെ മുറിയിലെത്തിയ ഇൻലു അവൻ വരാത്തതിന്റെ കളിപ്പിൽ ഇനി അവനെ കണ്ടാൽ ഞാൻ മിണ്ടില്ല, ഞങ്ങളിൽ ആദ്യം മിണ്ടുന്നവർ പട്ടിക്ക് സമമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മതിൽ ചാടി അവനോട് എത്തിയത്. ടോങ്ങിനെയും വിളിച്ചുകൊണ്ട് കാവ പുറത്തേക്ക് പോകുന്നു. ആദ്യം സംസാരിക്കുന്ന ആൾ പട്ടിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മറ്റേയാൾ സംസാരിക്കട്ടെ എന്ന രീതിയിൽ കുറേ സമയം ഒന്നും മിണ്ടാതിരിക്കുന്നു. അവസാനം ഇല്ലു തന്നെ തോൽവി സംബന്ധിച്ച് അങ്ങോട്ടേക്ക് സംസാരിക്കുന്നു. വരാൻ വൈകിയതിന് അവൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. കുറച്ചുനേരം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ ശേഷം അവൻ തിരികെ പോകുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാവായി അവിടെ നിർത്തിയിട്ട് അവളെയും കൂട്ടി അവൻ എവിടെയൊക്കെ പോകുന്നു. അവൾ പുറത്തു പോയ വിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടി നാട്ടിലൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ പ്രാർത്ഥനയ്ക്കോ ക്ലാസ്സുകൾക്കോ ആയി ആരും ഒത്തുകൂടരുത്, എല്ലാവരും അവരവരുടെ മുറിയിൽ തന്നെ കഴിയണം എന്നൊരു അറിയിപ്പ് അവൻ നേരത്തെ തന്നെ മുസോളിയത്തിൽ എത്തിച്ചിരുന്നു. വിവരം പറയാനായി ഇല്ലു പോയ ശേഷമാണ് ലിയു അവരുടെ മുറിയുടെ അടുത്തെത്തിയത്. പക്ഷേ അയാൾ അകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ ടോങ് വാതിൽക്ക് തന്നെ നിൽക്കുന്നു. മഴ നനഞ്ഞ് അവൾക്ക് ജലദോഷം പിടിച്ചിരുന്നതുകൊണ്ട് 1-2 തവണ തുമ്മുക കൂടി ചെയ്തപ്പോഴേക്കും പകർച്ചവ്യാധി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പേടിച്ച് കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ലിയു സ്ഥലം വിടുന്നു. ഇല്ലുവിന് പകരം അവളുടെ വേഷം കെട്ടിച്ച് കാവോയെ അകത്തിരുത്തിയിട്ടുണ്ട്. ദുവ എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നും വഴിയിൽ വെച്ച് ഇല്ലുവിന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അടുത്ത ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ താമസിച്ചിരുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് മുമ്പ് മുസോളിയത്തിന്റെ വാതിൽക്കൽ വെച്ച് അമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓർത്തിരുന്നു. അമ്മയെ കാണാനാണ് അവൻ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് അവൾ തിരിച്ചറിയുന്നത്. അമ്മയെ കാണാനുള്ള ആവേശത്തോടെ വീടിനുള്ളിലേക്ക് കയറി അവൾക്ക് ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രമല്ല കുറേ കാലമായി അവിടെ ആൾതാമസമില്ല എന്നും മനസ്സിലാക്കുന്നു. അവളുടെ അച്ഛനും കുടുംബവും കൊട്ടാരത്തിനോട് ചേർന്നുള്ള സിറ്റിയിലാണ് സ്ഥിരമായി താമസിക്കുന്നതെങ്കിലും ഇപ്പോൾ അച്ഛന് ഭരണപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം സമാധാനത്തോടെ മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തിൽ അയാൾ അവിടെ തിരുന്നതിനാൽ അവർ തമ്മിൽ കാണുന്നു. ആരും അറിയാതെ അവൾ മുസോളിയത്തിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുകയാണെന്ന് കരുതി അയാൾ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് തിരികെ കൊണ്ടുവിടാൻ തയ്യാറെടുത്തപ്പോഴേക്കും ദുവോ കയറി ചെല്ലുന്നു. അവൻ കൂടെയുള്ളത് കൊണ്ട് രാജാവ് അറിഞ്ഞു തന്നെയാണ് അവൾ അവിടെ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം കരുതുന്നു. മുറോങ്ങിനോട് അവളോടുള്ള താല്പര്യത്തെക്കുറിച്ച് അയാളും കേട്ടിരുന്നു. ഇല്ലു അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൾ കൊട്ടാരത്തിലേക്ക് പോയി അധികാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ അസുഖമൊക്കെ ഭേദമായതിനാൽ അമ്മയെ സിറ്റിയിലെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ സുഖമായിരിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അവിടെ നിന്ന് തിരികെ പോകാൻ നേരം ഇല്ലുവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അയാൾ ദുവോയ്ക്ക് ഒരു പെയിൻറ്റിങ് സമ്മാനമായി നൽകുന്നു. രഥത്തിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൾ അത് വാങ്ങി തുറന്നു നോക്കുന്നു. അതിൽ അവൻ കൈക്കൂലിയെ കുറിച്ച് സ്വർണ്ണം അയാൾ വെച്ചിരുന്നു. അതുകൂടി കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം കയറി അത് വലിച്ചെറിയുന്നുണ്ട്. അവൾ പദവിയും പ്രതാപവും ഒന്നും ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കുറച്ചൊക്കെ ദുവോയ്ക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ജനിച്ചത് വലിയ കുടുംബത്തിലാണെങ്കിലും സംരക്ഷിക്കാൻ ആരുമില്ലാതെ സ്വന്തം അമ്മയെ കൂടി സ്വയം രക്ഷിക്കേണ്ട രീതിയിലാണ് അവൾ വളർന്നത് എന്ന് അവന് മനസ്സിലായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും അവളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ അവളുടെ നല്ലതിന് വേണ്ടി ഇന്നുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അവൾ എത്ര പെട്ടെന്ന് ഒന്നും ആരെയും വിശ്വസിക്കാൻ തയ്യാറാക്കാത്തത്. അവളെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ അവൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറയുന്നു. അവൻ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ തന്നോട് ഇങ്ങനെ നല്ല രീതിയിൽ പെരുമാറുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ രഥം നിർത്തി ഇറങ്ങിയ ശേഷം എന്തുദ്ദേശത്തോടെയാണ് അവൻ ഇങ്ങനെ നല്ല രീതിയിൽ തന്നോട് പെരുമാറുന്നതെന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവൻ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും നൽകാതെ വണ്ടിയിലുള്ള കുറച്ച് ചെറിയെടുത്ത് അവൾക്ക് നൽകുന്നു. അവൻ മിക്കപ്പോഴും അത് കഴിക്കാറുണ്ട്. അവന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല എന്നാദ്യം ഒന്ന് വിശ്വസിച്ചെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അവൾ അത് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പകൽ സമയമായതിനാൽ തിരികെ മുസോളയത്തിൽ ചെന്ന് കയറാൻ കഴിയാത്തത് കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ സമയം ചെലവഴിക്കുന്നു. ടാങ്ങും കാവയും തമ്മിൽ മുറിയിൽ നിന്ന് അവർ എത്താൻ വൈകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ടോങ്ങിൻ്റെ ജലദോഷം കൂടിയിരുന്നതിനാൽ അതിന് കാരണക്കാരൻ ദുവോ ആണെന്ന് പറഞ്ഞ് അവൾ കുറ്റപ്പെടുത്തുന്നു. രണ്ടുപേരും തമ്മിൽ നല്ല തർക്കം നടക്കുന്നുണ്ട്. അവസാനം രണ്ടുപേരും കൂടി ഒരു മത്സരം നടത്താൻ തീരുമാനിക്കുന്നു. ചെയ്ത് ശീലമില്ലെങ്കിലും ഇല്ലു ആവശ്യപ്പെട്ടപ്പോൾ ദുവോ അവൾക്ക് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആ സമയത്താണ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതുതായി തയ്യാറാക്കിയ 2 കാർഡുകൾ അവൾ അവനെ കാണിച്ചത്. അതിലൊന്ന് അവൻ്റെ കാർഡാണ്. അവൻ്റെ ചിത്രത്തിന് താഴെ അവൻ്റെ പ്ലസ് പോയിന്റുകൾ കുറേ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേത് അവളുടെ കാർഡാണ്. പക്ഷേ അതിൽ ചിത്രത്തിന് താഴെ പ്രത്യേകിച്ചൊന്നും എഴുതിയിരുന്നില്ല. അവനതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ രാജാക്കന്മാരുടെയും ജനറൽമാരുടെയും ഒക്കെ കാർഡിന് മുന്നിൽ പ്രത്യേകിച്ച് പദവികളൊന്നും ഇല്ലാത്ത എൻ്റെ കാർഡ് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല, ഇത് ഉപയോഗിച്ച് കളിച്ചാൽ കളി തോക്കുകയുള്ളൂ എന്നവൾ പറയുന്നു. അവളെപ്പോലെ ഒരു നാണവുമില്ലാതെ ആ കളി കളിക്കുന്ന വേറെ ആരെയും കണ്ടിട്ടില്ല. അതൊരു പ്രത്യേകതയെ എഴുതാമെന്ന് പറഞ്ഞവൻ കളിയാക്കുന്നുണ്ട്. മാത്രമല്ല 2 കാർഡും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ തിരികെ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ടോങ്ങും കാവയും ഈ സമയം മത്സരിച്ച് മദ്യപിക്കാൻ തുടങ്ങിയിരുന്നു. രണ്ടുപേരും വാശിക്ക് കുടിക്കുകയാണ്. ലെവൽ തെറ്റി തുടങ്ങിയ സമയത്ത് കാവയ്ക്ക് ടോങ്ങിനെ കണ്ടപ്പോൾ അവളുടെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ ദുവ വരുന്നുണ്ടെന്ന് നോക്കാനായി പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നു. ഇല്ലുവും ഈ സമയം കുടിച്ച് ലെവൽ തെറ്റിയിരുന്നു. അവളെ തിരികെ കൊണ്ടാക്കേണ്ടത് കൊണ്ടും മറ്റും ദുവ കാര്യമായി കഴിച്ചിട്ടില്ല. അവൾ ബോധമില്ലാതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെൻറ്റി അടിച്ച് അവനോട് കുറേ സംസാരിക്കുന്നുണ്ട്. അവസാനം അവൻ്റെ മടിയിലേക്ക് തന്നെ ഉറങ്ങി വീഴുന്നു. ദുബോയ്ക്ക് മുമ്പേ അവളോട് തോന്നി തുടങ്ങിയെന്ന ചെറിയ ഇഷ്ടം അന്നത്തെ ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കുറേ കൂടി കൂടുന്നുണ്ട്. ഈ സമയത്ത് മുസോളിയത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നു. പകർച്ചവ്യാധി പേടിച്ച് എല്ലാവരും അവരവരുടെ മുറിയിൽ തന്നെ കഴിയുന്നതിനാൽ ലിയു ഈ അവസരം നന്നായി മുതലെടുത്ത് ലിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അവൾ സഹായത്തിനായി ഓടിച്ചെന്നത് ഇല്ലുവിൻ്റെ വാതിൽ മുട്ടിയെങ്കിലും ആ സമയത്ത് ടോങ് തനിച്ചായിരുന്നതിനാൽ അവൾ വാതിൽ തുറക്കുന്നില്ല. അത്രയൊക്കെ ബഹളം വെച്ച് നിലവിളിച്ചിട്ടും ഇല്ലു മനഃപൂർവ്വം തുറക്കാതിരിക്കുകയാണെന്നാണ് ലീ കരുതിയത്. ലിയോ അവൾ ബലമായി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഉപദ്രവിക്കരുത് എന്ന് കുറേയൊക്കെ കരഞ്ഞപേക്ഷിച്ചെങ്കിലും അവസാനം അയാളുടെ മുന്നിൽ കീഴടങ്ങുകയല്ലാതെ അവൾക്ക് മറ്റു വഴിയൊന്നുമില്ലായിരുന്നു. അടുത്ത ദിവസം നേരം വെളുക്കാറായപ്പോഴാണ് ഇല്ലും മടങ്ങിയെത്തിയത്. ടോങ് പറഞ്ഞ് വിവരം പറഞ്ഞ് ഉടനെ തന്നെ അവൾ ലീയുടെ അടുത്തെത്തിയെങ്കിലും അവൾ തന്നെ മനഃപൂർവ്വം കൈയൊഴിഞ്ഞതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനൊരു ദുരന്തം വന്നതെന്ന രീതിയിലായിരുന്നു ലീയുടെ സംസാരം. തലേന്ന് രാത്രി മുസോളിയത്തിൽ ഇല്ലായിരുന്നു എന്ന് ഇൻലു പറഞ്ഞത് അവൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എവിടെ പോയതാണെന്നും ആർക്കൊപ്പമാണ് പോയതെന്നൊന്നും വിശദമായി പറയാൻ കഴിയാത്തതുകൊണ്ട് ഇല്ലുവിന് അവളുടെ തെറ്റിദ്ധാരണ മാറ്റാനും കഴിയുന്നില്ല.
എന്തായാലും ഇതിൻ്റെ പേരിൽ ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ലീ അവളെ മുറിയിൽ നിന്ന് പറഞ്ഞയക്കുന്നു. അവൾ തിരികെ മുറിയിലെത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ലീവ് എടുത്തുകൊണ്ട് പോയി എന്ന് ടോങ് അറിയിക്കുന്നത്. മാത്രമല്ല അവളുടെ പനി നന്നായി കൂടുകയും ചെയ്തിരുന്നു. ഇല്ലു അവളെ ബെഡിൽ കിടത്തിയിട്ട് അവൾക്ക് നിൽക്കാനായി ലീവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മരുന്ന് ചോദിക്കുന്നു. അവൾക്ക് വേണ്ടി തന്നെയാണ് എന്ന രീതിയിലാണ് ചോദിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മരുന്നൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി പുതിയത് വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾ നൽകാൻ തയ്യാറാകുന്നില്ല. അയാളെ കൺട്രോൾ ചെയ്യാനുള്ള അവസാന മാർഗ്ഗം എന്ന നിലയിൽ ഇല്ലു മാലയിലെ ലോക്കറ്റിൽ പതിച്ചിരുന്ന ദുബൈയുടെ മോതിരത്തിലെ സീൽ അയാളെ കാണിക്കുന്നു. ലിപ്സ്റ്റിക് ഉപയോഗിച്ച് അത് പതിച്ചിരിക്കുന്ന കണ്ട് അവൾ ദുബൈയുടെ ലവറാണെന്ന് തെറ്റിദ്ധരിച്ച ലിയു അവളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു. മരുന്ന് മാത്രമല്ല വിലപിടിപ്പുള്ള ആഹാര സാധനങ്ങളും മറ്റും അന്നു മുതൽ ഒരു തടസ്സവുമില്ലാതെ അയാൾ അവളുടെ മുറിയിലേക്ക് എത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുക കൂടി വരുന്നതല്ലാതെ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ദുബ മുൻകൈയെടുത്ത് ആരെയും പറഞ്ഞയക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്യാത്തതിനാൽ ഇല്ലു കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. എതിർത്തിട്ടൊന്നും കാര്യമില്ലെന്നറിയുന്നതുകൊണ്ട് ലീ ഇപ്പോൾ മനസ്സോടെ തന്നെ അയാൾക്കൊപ്പം നിൽക്കുകയാണ്. അവൾക്ക് മുമ്പ് ഇല്ലുവുമായി അടുപ്പമുണ്ടായിരുന്നതിനാൽ ദുവ അവളുടെ ലവർ തന്നെയാണോ എന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു വരാൻ അയാൾ അവളെ ഏൽപ്പിക്കുന്നു. പ്രിൻസ് ലിയാൻ്റെ ജേഡ് പേറ്റന്റ് ഉപയോഗിച്ച് ദുവ ഇതിനിടയിൽ അവരുടെ ഭാഗത്തുള്ള ചാരന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. അതിനായി ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന സമയത്താണ് മുസോളിയത്തിൽ നിന്ന് കൊടുത്തയച്ച ഇല്ലുവിൻ്റെ ചിലവിൻ്റെ കണക്കുകളുമായി കാവോ അവൻ്റെ അടുത്തെത്തിയത്. ഇല്ലു അവൻ്റെ ലവറാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു കത്തും വെച്ചിരുന്നതിനാൽ കാവോ അതിനെക്കുറിച്ച് അവനോട് പറയുന്നു. ഇല്ലു അങ്ങനെ തൻ്റെ പേര് അവിടെ ഉപയോഗിക്കണമെങ്കിൽ അത് തക്കവണ്ണം എന്തെങ്കിലും പ്രതിസന്ധി അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകണമെന്ന് മനസ്സിലായി ദുവ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇല്ലുവിനോട് ചോദിച്ച് ദുവയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ലിയു ഏൽപ്പിച്ചതെങ്കിലും ഇപ്പോൾ അവളോട് വെറുപ്പതിനാൽ ലീ അവളുടെ അടുത്തേക്ക് പോകാതെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് തോങ്ങും അവളും കൂടി സംസാരിച്ചതിൽ നിന്ന് ലീവിനോട് കള്ളം പറഞ്ഞതാണ് എന്ന് മനസ്സിലാകുന്നത്. കൂട്ടത്തിൽ ഒരു ഇഞ്ചയുമായി പ്രണയത്തിലാകാൻ മാത്രം ചീപ്പല്ല ഞാൻ എന്നും അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ ഇപ്പോൾ ലീവിൻ്റെ പ്രണയിനിയായി കഴിയാൻ നിർബന്ധിക്കപ്പെടുന്ന തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ലീക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ എല്ലാം വെറും കള്ളമാണ് എന്ന് ലീവിനെ അറിയിക്കുന്നു. അവൾ ഇത്രയും ദിവസം തന്നെ പറ്റിക്കായിരുന്നു എന്നറിഞ്ഞ് ലീവ് അവളെ ഒരു പാഠം പഠിപ്പിക്കാനായി ഉടനെ അവിടെ എത്തുന്നു. ദുവയുടെ സീൽ കള്ളമായിരുന്നു എന്ന് പറഞ്ഞ അയാൾ അവളുടെ മാല വാങ്ങിയ തുടച്ചു കളയുന്നു. അത് ശരിക്കുമുള്ളതാണ്, ദുവ നേരിട്ട് തന്നെ തന്നാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ അവളെ ഉപദ്രവിക്കാൻ കൂടെ ഉണ്ടായിരുന്നവരോടായി പറയുന്നു. ഇല്ലു പറ്റാവുന്ന രീതിയിലൊക്കെ എതിർക്കുന്നുണ്ട്. അയാൾക്ക് നല്ല ഒരു ചവിട്ടും കൊടുക്കുന്നു. അതിൻ്റെ കലിപ്പിൽ അയാളും സഹായികളും കൂടി അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളെ കാണാൻ ഈ മുറങ് അവിടെ എത്തിയത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഇല്ലുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ മുറങ് വെറുതെ വിടുമോ? അവരെല്ലാം തല്ലി നടുവടിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞപ്പോഴാണ് ദുവ അവിടെ എത്തിയത്. അതോടെ അവർക്ക് ശിക്ഷ നൽകാനുള്ള ഉത്തരവാദിത്തം അവന് വിട്ടുകൊടുക്കുന്നു. ലീവ് കൺസൾട്ടുമാരെ ഉപദ്രവിക്കുന്ന പരാതി കിട്ടിയതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് എത്തിയത് എന്ന് ദുവ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇല്ലുവിനെ മുസോളിയത്തിലേക്ക് വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തിരികെ പോകാൻ തയ്യാറെടുക്കാൻ മുറങ് അവളോട് പറയുന്നു. സ്വതന്ത്രയാക്കി വിടാമെന്ന് പറഞ്ഞിട്ട് തിരികെ ചെല്ലാൻ ആവശ്യപ്പെടുകയാണ് എന്ന് അവൾ ചോദിച്ചെങ്കിലും രാജകൽപ്പനയാണ്, അനുസരിക്കുന്നതാണ് അവളുടെ കടമ എന്ന് പറഞ്ഞ് സുൻ അവളെ നിശബ്ദയാക്കുന്നു. സഹായത്തിനായി അവൾ ദുവയെ നോക്കുന്നുണ്ട്. അവളുടെ മൂഡ് ശരിയില്ലാത്തതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് എതിർത്ത് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ദുവ രാജാവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച് മുന്നോട്ട് നടന്ന സമയത്ത് ആരും കാണാതെ ദുവ ഇല്ലുവിൻ്റെ പടമുള്ള കാർഡ് അവളെ ഏൽപ്പിക്കുന്നു. ഒരു നാണവുമില്ലാതെ കാർഡ് കളിക്കാനുള്ള തൻ്റെ കഴിവ് പുറത്തെടുക്കാനുള്ള സൂചനയാണ് അവൻ നൽകുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. രാജാവിനെയും കൊണ്ട് ശ്മശാനത്തിലേക്കാണ് അവൾ പോയത്. സ്ഥലം ഏതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരികെ പോകാമെന്ന് മുറങ് പറഞ്ഞെങ്കിലും അവൾ അതിന് സമ്മതിക്കാതെ അദ്ദേഹത്തെ അവളെ പിടിച്ചു നിർത്തിയിട്ട് ടോങ്ങിനെ പറഞ്ഞയച്ച് മുസോളിയത്തിലെ കാർഡ് കളി സംഘത്തെ അങ്ങോട്ടേക്ക് വരുത്തി അവർക്കൊപ്പം ഇരുന്ന് കളിക്കാൻ തുടങ്ങുന്നു. രാജാവിന് വെറുപ്പ് തോന്നിപ്പിക്കാൻ വേണ്ടി ആകെ ബഹളം വെച്ച് മനഃപൂർവ്വം അവൾ അലമ്പുണ്ടാക്കുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവളുടെ പെരുമാറ്റം കണ്ട് മുറങ് ആകെ അസ്വസ്ഥനാകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അദ്ദേഹം തിരികെ പോകുന്നു. ഇങ്ങനത്തെ സ്വഭാവം വെച്ച് ഇല്ലുവിന് രാജാവിൻ്റെ ഭാര്യയാകാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് അവളെ കൊട്ടാരത്തിന് ചേരുന്ന വിധത്തിൽ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് തിരികെ പോകുന്ന വഴി അവർ ചർച്ച ചെയ്യുന്നു. ദുബോ തന്നെ അതിനും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുമ്പത്തെ രാജാവിൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി രാജകീയ വസ്ത്രം മുസോളിയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. അന്ന് ഇല്ലുവിനെ മുസോളിയത്തിന് പുറത്തെത്തിക്കാൻ സാധിക്കും. അതിനുശേഷം ഏതെങ്കിലും കുടുംബത്തെ അവളുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കാം. പിന്നീട് കൊട്ടാര മര്യാദകൾ പഠിപ്പിക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്ന് ദുവ നിർദ്ദേശിക്കുന്നു. രാജാവിന് ആ നിർദ്ദേശം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ സംരക്ഷണം മറ്റേതെങ്കിലും കുടുംബത്തെ ഏൽപ്പിക്കാതെ അവൻ തന്നെ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു. അവൻ താല്പര്യമില്ലാത്ത പോലെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവനെ അല്ലാതെ മറ്റാരെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കുന്നു. ഇല്ലു കളിയൊക്കെ കഴിഞ്ഞ് മുറിയിലെത്തി കാര്യങ്ങൾ എങ്ങനെയാകുമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ദുവ അവിടെ എത്തി അവളോട് വിവരം പറഞ്ഞത്. കൊട്ടാരത്തിലേക്ക് ഉടനെ പോകേണ്ടി വരില്ല എന്നറിഞ്ഞപ്പോൾ ആശ്വാസമായെങ്കിലും അവൻ്റെ ഒപ്പം പോകണമെന്നറിഞ്ഞപ്പോൾ അവൾ വീണ്ടും ടെൻഷനാകുന്നു. അതിൽ നിന്ന് ഒഴിവാക്കാൻ പലതും പറഞ്ഞു നോക്കിയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ കൊട്ടാരത്തിൽ പോവുക എന്നുള്ളത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നവൻ പറഞ്ഞപ്പോൾ അവൾ കൂടെ ചെല്ലാം എന്ന് സമ്മതിക്കുന്നു. അവിടെ നിന്ന് നേരെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് രാജകീയ വസ്ത്രം പുറത്ത് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൻ്റെ ഭാഗമായി അവൾ തന്നെ രാജകീയ വസ്ത്രം കയ്യിൽ പിടിക്കണം എന്നവൻ അറിയിക്കുന്നു. അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം അത് സമ്മതിക്കേണ്ടി വരുന്നു. ഫുട്ബോൾ കളിക്കിടയിൽ വൻ ശരിക്കും ലിയാൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം അവളെക്കുറിച്ചുള്ള ചിന്തയിലാണ് അവൻ. കുറച്ച് റോസാപ്പൂക്കളിലേക്ക് നോക്കിയിരുന്ന അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ അവൻ്റെ ജേഡ് പെൻഡൻറ്റ് തിരികെ നൽകാനായി എത്തിയത്. പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള നാണം കാരണം അവൻ പൂക്കളെടുത്ത് മുഖം മറയ്ക്കുന്നു. വാൻ പെൻഡൻറ്റ് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് പൂക്കളും കയ്യിൽ പിടിച്ചിരിക്കുന്നതിനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇല്ലുവിനോട് പുതിയ രാജാവിന് പ്രത്യേക ഇഷ്ടവും പരിഗണനയും ഒക്കെ ഉണ്ടെന്ന് അവളുടെ അച്ഛൻ്റെ ശരിക്കുള്ള ഭാര്യയുടെ മകൾ പറയുന്നു. അതോടെ അസൂയ കയറി അവൾ മുസോളിയത്തിലേക്ക് ഇല്ലുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നറിയാൻ അമ്മയെ നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞയക്കുന്നു. ഇല്ലുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ലീവിന് വധശിക്ഷ നൽകിയിരുന്നു. മാത്രമല്ല അയാളുടെ കൂട്ടാളികളെയും ജോലിയിൽ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ പുതിയ അധികാരിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീവിൻ്റെ സഹായത്തിനായി നിന്നിരുന്ന ലീക്ക് ഇപ്പോൾ വലിയ കഷ്ടപ്പാടാണ്. അവളോടെ ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇല്ലുവിൻ്റെ രണ്ടാനമ്മ അവിടെ എത്തിയത്.
വേറെ 2 ജോലിക്കാർ ലീക്ക് സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ തമ്മിൽ പറയുന്നത് അവർ കേൾക്കുന്നു. തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച ഇല്ലുവിനോട് അവൾക്ക് പകയുണ്ടായിരിക്കുമെന്ന് ഊഹിച്ച അവർ അവളെ തനിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നു. ലീ അതുവരെ നിസ്സഹായ അവസ്ഥയിൽ ആയിരുന്നെങ്കിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നുവിനോട് പ്രതികാരം ചെയ്യണം എന്ന് അവൾക്കും തോന്നുന്നു. രണ്ടാനമ്മ തന്നെ അതിൻ്റെ ഒരു വഴിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുസോളിയത്തിൽ താമസിക്കുന്ന കൺസൾട്ടന്മാരിൽ ഏറ്റവും കൂടുതൽ പദവിയുള്ളത് ഇല്ലുവിനായതുകൊണ്ട് രാജാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ദിവസം അവൾ തന്നെയായിരിക്കും രാജകീയ വസ്ത്രം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അവർ ഊഹിച്ചിരുന്നു. ആ സമയത്ത് എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ വസ്ത്രം താഴെ വീഴിക്കാൻ സാധിച്ചാൽ അത് രാജനിന്ദയായി കരുതി അവൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അവർ ലീയെ പറഞ്ഞേൽപ്പിക്കുന്നു. ഇല്ലു മുസോളിയത്തിൽ ഉള്ളിടത്തോളം കാലം ജീവിതം നരകപൂർണ്ണമായിരിക്കുമെന്ന് ചിന്തിച്ച ലീ അവളെ പുറത്താക്കാൻ വേണ്ടി അതിൽ കൂട്ടു നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ചടങ്ങുകൾ നടക്കുന്ന ദിവസമായിരിക്കുന്നു. ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ദുവ അവിടെയുണ്ട്. ഇല്ലു വസ്ത്രവുമായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കൺസൾട്ടന്മാരുടെ കൂട്ടത്തിൽ തറയിൽ തലകുലിച്ചിരിക്കുന്ന ലീ അവളുടെ കാലിൽ കയറി പിടിച്ചിട്ട് മറിച്ചിടാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ദുവ പെട്ടെന്ന് കയറി പിടിക്കുന്നതിനാൽ വസ്ത്രം താഴെ വീഴുന്നില്ല. അവൾ മറിച്ചിടാൻ ശ്രമിച്ച കാര്യം ഇല്ലു അവനെ അറിയിച്ചെങ്കിലും ചടങ്ങുകൾ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ലീ തൻ്റെ തലയിൽ കുത്തിക്കുന്ന ഹെയർപിൻ ഊരിയെടുത്ത് അതുമായി ഇല്ലുവിനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു. ദുവ അവളെ തടയുന്നുണ്ട്. അപ്പോഴേക്കും കാവലി സംഘമെത്തി ലീയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ലീയെ പുറത്തൊരിടത്ത് കൊണ്ടുപോയി ദുവയും ഇല്ലുവും കൂടി ചോദ്യം ചെയ്യുന്നു. ഇല്ലു അവൾ കിട്ടണം പൊട്ടിച്ചിട്ട് എന്നെ കൊല്ലാൻ മാത്രം ശത്രുത തോന്നാൻ വേണ്ടി ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ലീ അവളോടുള്ള ദേഷ്യം തുറന്നു പറയുന്നു. ആദ്യം മുതലേ നീ എന്നെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാകുമായിരുന്നില്ല. എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ആവശ്യം വന്നപ്പോൾ നീ എന്താണ് സഹായിക്കാതിരുന്നത്? ആ സമയത്ത് നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. നീ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിന്റെ സഹായത്തിന് എത്താൻ എനിക്ക് അത്ഭുത ശക്തികളൊന്നുമില്ല. എനിക്ക് എപ്പോഴും നിന്നെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഇല്ലു അപ്പോൾ പറയുന്നുണ്ട്. അവൾ ചെയ്ത കുറ്റത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ജീവിതത്തിൽ ഇനി ഒരിക്കലും പുറലോകം കാണാത്ത വിധത്തിൽ കഠിനമായ ശിക്ഷകൾ അവൾക്ക് കൊട്ടാരത്തിൽ നേരിടേണ്ടതാണ്. പക്ഷേ ആ ദുർബുദ്ധിക്ക് അവളെ വിട്ടുകൊടുക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ അവളെ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഇല്ലു ചെയ്തത്. അവൾക്ക് രക്ഷപ്പെടാൻ ഒരു രഥവും നൽകുന്നു. അവൾ തന്നെ വെറുതെ വിടുകയാണെന്നറിഞ്ഞപ്പോൾ നന്ദി സൂചിപ്പിക്കാനായി അവളുടെ രണ്ടാനമ്മയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് തുറന്നു പറഞ്ഞിട്ടാണ് ലീ പോയത്. അവളെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിച്ചപ്പോൾ മുസോളിയത്തിലെ ശ്മശാനത്തെക്കുറിച്ച് അവൾ പറയുന്നു. അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആർക്കും പേരോ മറ്റു വിവരങ്ങളോ ഒന്നുമില്ല. അവരെക്കുറിച്ച് ഓർക്കാൻ ഒരാൾ പോലുമില്ല. ഇനി ഒരാൾ പോലും അവിടെ അടക്കം ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമേ ഉള്ളൂ. അവൾ സ്വതന്ത്രമായി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നാണ് അവൾ പറഞ്ഞത്. അവളുടെ മനസ്സിൻ്റെ വലിപ്പം അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഇന്നത്തെ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ആരോടും അങ്ങനെ പറയരുതെന്നാണ്. ജീവിതത്തിൽ നാളെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എപ്പോഴും ആരുടെയെങ്കിലും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ സ്വയം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും എൻ്റെ സഹായത്തിന് കൂടെ ഉണ്ടാകുമെന്നറിയാം. എൻ്റെ രണ്ടാനമ്മയുമായി ഒരു വഴക്കുണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി തരണമെന്ന് അവൾ അവനോട് പറയുന്നു. അതൊക്കെ റെഡിയാക്കാം. പക്ഷേ അതിനു മുമ്പ് എൻ്റെ വംശത്തിലെ ഒരാളായി എൻ്റെ കുടുംബത്തിലേക്ക് താമസം മാറ്റണം. എന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് അവൻ പറയുന്നു. അങ്ങനെ അതനുസരിച്ച് അവൾ താമസത്തിന് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.